DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 20 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണെന്ന്. പവന് 160 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 1,07,120 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് കൂടിയിരിക്കുന്നത്. 13,390 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ഇന്നലെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങും. അപ്രതീക്ഷിതമായ ചികിത്സാ ചിലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചിരുന്നു. ഇത്തരം ബാധ്യത ലഘൂകരിക്കാനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴി സാധിക്കും. ഇതിന്റെ പ്രാരംഭ ചിലവുകൾക്കായി 10 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പദ്ധതിയിലേക്കുള്ള അപേക്ഷയും ആനുകൂല്യ വിതരണവും സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയുവാൻ സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ +1 പ്രവേശന നടപടികളിൽ നിർണായക ഘട്ടമായി 2ാം അലോട്ട്മെന്റ് പട്ടിക നാളെ വൈകിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി വരെ ബന്ധപ്പെട്ട സ്കൂളുകളിൽ പ്രവേശനം പൂർത്തിയാക്കാൻ അവസരമുണ്ടാകും. പുതിയ അധ്യയന വർഷത്തിലെ +1 ക്ലാസുകൾ ജൂലൈ 6 മുതൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സമയപരിധിക്കുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, മൊബൈൽ ഉപയോക്താക്കൾക്കായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ദിവസവും ഡാറ്റ ആവശ്യമില്ലാത്ത, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്കായി എല്ലാ വാലിഡിറ്റി കാലയളവിലും വോയിസ് കോളുകൾക്ക് മാത്രമായുള്ള പ്രത്യേക റീചാർജ് പാക്കേജുകൾ നിർബന്ധമാക്കാനാണ് ട്രായുടെ നിർദ്ദേശം. റിലയൻസ്, ജിയോ, എയർടെൽ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന ആശങ്കയിൽ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ഈ നിയമം നടപ്പിലായാൽ സാധാരണക്കാരുടെ ഫോൺ ബില്ലുകളിൽ വലിയ കുറവുണ്ടാകും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധനാ രീതികളിൽ മോട്ടോർ വാഹന വകുപ്പ് കാലോചിതമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന്റെ ഭാഗമായി എച്ചെടുക്കുമ്പോൾ വാഹനത്തിലെ റിയർ വ്യൂ ക്യാമറയോ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളോ സഹായത്തിനായി ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും ഡിസ്പ്ലേ സ്ക്രീനിൽ മാത്രം നോക്കി ടെസ്റ്റ് പൂർത്തിയാക്കാൻ പാടില്ലെന്നും പരമ്പരാഗത രീതിയിലുള്ള മിറർ നിരീക്ഷണവും നിയന്ത്രണവും നിർബന്ധമാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അടുത്തറിയിപ്പ്, ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ജൂൺ മാസത്തെ റേഷൻ ജൂൺ 30 വരെയാണ് ഉണ്ടാവുക. കേവലം ഇനി 10 ദിവസങ്ങൾ മാത്രമാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാനുള്ളത്. അതിനാൽ ഇനിയും ജൂൺ മാസത്തെ റേഷൻ വാങ്ങാത്തവർ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.